Hi guys, welcome to my channel Stories of Abhirami. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വിചാരിക്കുമായിരിക്കും എന്തുവാ ഇത് തന്നെ ദോശക്കല്ലാത്ത കാണിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ മനസ്സിലായല്ലോ. ഇതേപോലെ എനിക്കൊന്ന് എണ്ണ പൊട്ടി തുറച്ചത് അതി പിന്നീട് എണ്ണ നിൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് ഇതൊന്ന് വഴറ്റണം. ഇതൊന്ന് വഴറ്റിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് അത്യാവശ്യം വഴണ്ട് ഇതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പിട്ട് ഇളക്കാം. ഈ ദോശ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. കൊണ്ട് നല്ല ഒരുപാടങ്ങ് വഴണ്ടുണ്ട് എന്നാൽ അങ്ങനെ നല്ലപോലെ വഴറ്റിയെടുത്തു. നല്ലപോലെ ഒന്നും ഒരുപാട് അങ്ങ് വഴറ്റണ്ട. നമുക്കറിയാമല്ലോ ഒരു നോർമൽ അളവിന്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ഒന്ന് അങ്ങനെ ഒരു പഴുത്ത തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇതും കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് വഴണ്ട് വരട്ടെ. അങ്ങനെ ചേട്ടായിയുടെ കയ്യിൽ നിന്ന് ചട്ടുകം വാങ്ങിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഈ ഒരു അളവ് മതിയായിരിക്കും. മതി കേട്ടോ. കണ്ടോ, എന്നെ നവളാൻ പറഞ്ഞു. നവളാൻ നല്ലപോലെ വെന്തല്ലോ. ഞങ്ങൾ ഐസ്ക്രീം കൂടെയും തുടങ്ങി. അങ്ങനെ വെന്തു, നല്ലപോലെ വെന്തു. ഇതിലേക്ക് നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കണ്ടല്ലോ, ചിക്കൻ മസാല. നിങ്ങൾക്ക് ചിക്കൻ മസാല വീട്ടിലുണ്ടെങ്കിൽ ഗരം മസാലയല്ല, ചിക്കൻ മസാല. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആ ദോശയ്ക്ക് എന്നോട് ഒരു വേറെ ടേസ്റ്റ് കൊടുക്കും. അടിപൊളിയാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളാദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല സൂപ്പറായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ദോശ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയ്ക്കകത്തുള്ള ഫില്ലിംഗ് ഒന്നുമല്ല, പക്ഷേ ദോശ മസാലയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ദോശയ്ക്കുള്ള മസാല. ഇതാണ് നമ്മുടെ ദോശ മസാല. ഇനി ഇതിനെ എന്തുവാ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇത് നമ്മൾ എടുത്തേക്കുന്നത് ഗോതമ്പ് മാവ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടെ ഇതിലേക്ക് ഇടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ ദോശയ്ക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കലക്കുക. ശകലം വെള്ളം ഒഴിച്ച് നോർമലി കലക്കുക. കലക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് ദോശ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? നമുക്ക് ദോശ ഇടാം. ദോശക്കിടണം. ഷേപ്പൊന്നും നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ദോശയ്ക്കൊരു പൊടിയുണ്ട്. അത് വെച്ച് കഴിക്കുവാണെങ്കിൽ എൻ്റെ പൊന്നോ നല്ല രുചിയത്. ഞാൻ ഒന്ന് വേവട്ടെ, തിരിച്ചിടാറാവുമ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ദോശ ഇച്ചിരി ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ നമുക്ക് ദോശ വെന്തിട്ടുണ്ട്. ഉണ്ടോ? അതിന് ഒന്നുകൂടെ അതൊന്ന് തിരിച്ചിട്ട് ആ സൈഡും കൂടെ ഇച്ചിരി ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്ക് വേണ്ടി നമ്മൾ ദോശപ്പൊടി വെച്ചിട്ടുണ്ട്. ഇത് ദോശപ്പൊടിക്കകത്ത് എണ്ണ ഒഴിച്ച് വെച്ചേക്കുക. കണ്ടോ? അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.